ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഫ്താർ ടൈമിലൊക്കെ നമുക്ക് കുടിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ്. മാങ്ങ വെച്ചിട്ടാണ് ഈ ഡ്രിങ്ക് തയ്യാറാക്കിയെടുക്കുന്നത്. ഇതൊരു ഗ്ലാസ് മതി നമുക്ക് ദാഹവും വിശപ്പൊക്കെ മാറാനായിട്ട് അടിപൊളിയായിട്ടുള്ള ഒരു ഡ്രിങ്കാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് റെഡിയാക്കിയെടുക്കുന്നതെന്ന് കണ്ടു നോക്കാം. അപ്പോൾ അത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഇവിടെ ഒരു അരക്കപ്പ് നമ്മുടെ സാബൂനരി ഉണ്ടല്ലോ, ചൊവ്വരി എന്ന് പറയുന്ന സംഭവം തന്നെയാണ് നമ്മൾ സാബൂനരി എന്ന് പറയും. അപ്പോൾ അത് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് കുറച്ചധികം വെള്ളം ചേർത്തിട്ട് നമുക്കതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുക്കറിൽ വേവിച്ചെടുത്താൽ ഒരു വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുത്താലും മതി. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലൊരു പാത്രത്തിലാണ് ഇത് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഇത് ആദ്യം തന്നെ ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ഇപ്പോൾ ഇത് ഏകദേശം ഇത് നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഇത് ഓഫ് ചെയ്തതിന് ശേഷം ഒരു ബൗളിലേക്ക് ഒരു അരിപ്പ വെച്ചിട്ട് അതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ല തണുത്തിട്ടുള്ള വെള്ളം, നല്ല തണുത്തിട്ടുള്ള നോർമൽ വാട്ടർ ഒഴിച്ചെടുത്താലും മതി. നോർമൽ വാട്ടർ ഒഴിച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ പശ മുഴുവനും കളയണം കേട്ടോ. പശ കളഞ്ഞെങ്കിൽ മാത്രമേ, അല്ലാന്നുണ്ടെങ്കിൽ ഇത് പരസ്പരം ഒട്ടി പിടിക്കും. അപ്പോൾ ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് വേറിട്ട് ഓരോ ബോൾസ് ഇങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ട് നല്ല തണുത്ത വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് ഇതിൻ്റെ പശയൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാം. അപ്പോൾ അതിൻ്റെ പശയൊക്കെ കംപ്ലീറ്റ് ആയിട്ട് പോയി നമ്മളിത് വേറിട്ട് ഇങ്ങനെ കിട്ടുന്നുണ്ട്. അപ്പോൾ ആ ഒരു പരുവമാകുമ്പോൾ നമുക്കിത് മാറ്റി വെക്കാം, വെള്ളം വാരാനായിട്ട് ഒന്ന് മാറ്റി വെക്കാം. ഇനി ഞാനിതിലേക്ക് 3 മാങ്ങയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നല്ല പഴുത്തിട്ടുള്ള 3 മാങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു വലിയൊരു മാങ്ങയിൽ നിന്ന് ചെറിയൊരു പീസ് എടുത്തിട്ട് ഒരു ഭാഗം എടുത്തിട്ട് ഞാൻ ഇതുപോലെ ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തിട്ട് മാറ്റി വെക്കുന്നുണ്ട്. അത് നമുക്ക് വേറെ അതിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, ബാക്കിയുള്ളതൊക്കെ ഒന്ന് ചോപ്പ് ചെയ്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഞാൻ 1 കപ്പ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 2 കപ്പ് പാലൊക്കെ ചേർക്കുക. ഇത് നല്ല തിക്കായിട്ടാണ് ഞാൻ അടിച്ചെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ലൂസിലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ 2 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ അതിലേക്ക് ഒരു 1/4 കപ്പ് കണ്ടൻസ് മിൽക്ക് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് കണ്ടൻസ് മിൽക്ക് കയ്യിലില്ലാന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതി. കണ്ടൻസ് മിൽക്ക് ആകുമ്പോൾ ഒന്നുകൂടെ ടേസ്റ്റി ആവും, അത്രയേ ഉള്ളൂ. പിന്നെ കുറച്ച് കണ്ടൻസ് മിൽക്കും കുറച്ച് പഞ്ചസാര അങ്ങനെ മിക്സ് ചെയ്തിട്ടും ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് വരിക. എന്നിട്ട് നമുക്ക് നമ്മൾ ആദ്യം ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ചെറിയ പീസായിട്ട് വെച്ചിട്ടുള്ള മാങ്ങയിൽ നിന്ന് കുറേശ്ശെ എടുത്തിട്ട് നമ്മുടെ സെർവിങ് ഗ്ലാസ്സിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. അതിനുശേഷം അത് ഇട്ട് കൊടുത്തതിന് ശേഷം എത്രയാണോ നമുക്ക് വേണ്ടത് അത് ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മേലെയായിട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള സാബൂനരി ഉണ്ടല്ലോ, അതും ഇട്ട് കൊടുക്കുക. കുറേശ്ശായിട്ട് അതും ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്കൊരു ബൗളിൽ ആക്കി എടുക്കുക. മിക്സ് ചെയ്തിട്ട് കഴിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താലും മതി. ഗ്ലാസ്സിലെല്ലാം ബൗളിലാണ് നിങ്ങൾക്ക് ചെയ്തെടുക്കും, മുഴുവനായിട്ട് അങ്ങനെ ചെയ്തെടുക്കുക കേട്ടോ. മിക്സ് ചെയ്തിട്ട് പിന്നെ ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്താൽ മതി. എന്നിട്ട് അതിൻ്റെ മേലെയായിട്ട് നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ള ജ്യൂസ് ഒഴിച്ചു കൊടുക്കുക. നല്ല തിക്കായിട്ടുള്ള ജ്യൂസാണ്. എന്നിട്ട് അതിൻ്റെ മേലെ വേണമെങ്കിൽ ഡെക്കറേഷൻ, ഞാൻ ഫോട്ടോ ഭംഗിക്ക് വേണ്ടിയിട്ട് ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ചുകൂടെ ഒന്ന് സാബുനരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. സാബുനരി പറയുമ്പോൾ ചിലർക്ക് മനസ്സിലാവില്ല, ചൊവ്വരിക്കാണ് കേട്ടോ ഞാൻ സാബുനരി എന്ന് പറയുന്നത്. നമ്മളിവിടെയൊക്കെ സാബുനരി എന്നാണ് പറയുക. അപ്പോൾ ഈ ചൊവ്വരി മുകൾ ഭാഗത്തൊന്ന് വെച്ച് കൊടുക്കുക. പിന്നെ മുകൾ ഭാഗത്ത് ഞാൻ ചെറിയ ഡെക്കറേഷന് വേണ്ടിയിട്ട് നമ്മൾ മാങ്ങ ചെറുതായിട്ട് അരിഞ്ഞതുണ്ടല്ലോ, അതും കൂടെ കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബൗളിൽ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് അങ്ങനെ ചെയ്താലും മതി. അപ്പോൾ എല്ലാവർക്കും എല്ലാം ഒരുമിച്ച് ഇങ്ങനെ കുടിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് അങ്ങനെ ചെയ്തെടുത്താലും മതി. പിന്നെ ഇതിൻ്റെ മേലെ ഞാൻ ചെറിയൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് പിസ്ത ചോപ്പ് ചെയ്തതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല സിമ്പിളായിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്തിട്ടൊന്ന് കഴിച്ചാൽ മതി. നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ വിശപ്പും ദാഹവും ഒക്കെ മാറുന്ന ഒരു അടിപൊളി മാംഗോ ഡ്രിങ്കാണിത്. അപ്പോൾ ഈ ഒരു ഡ്രിങ്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. പിന്നെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണണമെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്